ഇപ്പോൾ നിലവിൽ ഇരുവരെയും വെനസ്വേലയിൽ നിന്ന് മാറ്റിയിട്ടുണ്ടോ എന്നത് കൂടി അറിയണം. സായ്കുമാറിലേക്ക് ഒരിക്കൽ കൂടി. സായ്കുമാർ, അടിയന്തരാവസ്ഥയാണ് രാജ്യത്ത്. കരയാക്രമണം അതിശക്തമായി തുടരുന്നു. പൗരന്മാർ വെനസ്വേല വിടണമെന്ന് അമേരിക്ക ആവശ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ് തങ്ങളുടെ പൗരന്മാരോട്. അപ്പോൾ രണ്ടും കൽപ്പിച്ചുള്ള ഒരു ആക്രമണത്തിലേക്ക്, ഒരു തച്ചു തകർക്കലിലേക്ക്, അതിലേക്ക് പൂർണ്ണമായും കടക്കുകയാണോ? ഇനി ചർച്ചയുണ്ടാകില്ല എന്ന് റോഡ്രിഗസ് അടക്കം പറയുന്നുമുണ്ട്. തീർച്ചയായും സുജയ, ഇനി ചർച്ചയുടെ ഒരു സാധ്യത പോലും ഇല്ലാത്ത രീതിയിലാണ് അമേരിക്കയുടെ പ്രകോപനവും പ്രവർത്തനവും ഇപ്പോൾ കാണുന്നത്. വെനസ്വേല ഇപ്പോൾ അവരുടെ പ്രസിഡന്റിനെ പിടിച്ചുകൊണ്ടുപോയെങ്കിൽ അവർ ജീവനോടെ ഉണ്ടോ എന്ന് വ്യക്തമാക്കണമെന്നാവശ്യപ്പെട്ടുള്ള പ്രതികരണങ്ങൾ ഇപ്പോൾ വെനസ്വേലയുടെ ഭാഗത്ത് നിന്ന് വരികയും ചെയ്യുന്നുണ്ട്. പക്ഷെ അമേരിക്ക അത് ഇതുവരെ അത്തരം കാര്യങ്ങൾ പുറത്തുവിടാൻ തയ്യാറായിട്ടില്ല. ട്രംപ് പറഞ്ഞത് 4 വരിയിലാണ് അദ്ദേഹത്തിൻ്റെ ട്രൂത്ത് സോഷ്യലിലെ പോസ്റ്റ് വന്നിട്ടുള്ളത്. അത് തങ്ങൾ ആക്രമണം നടത്തി, അത് വിജയകരമായിരുന്നു. അവരുടെ പ്രസിഡന്റിനെയും ഭാര്യയെയും തങ്ങൾ കസ്റ്റഡിയിലെടുത്ത് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. കൂടുതൽ കാര്യങ്ങൾ ഇനി ചേരുന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിക്കാം എന്ന് പറഞ്ഞാണ് ട്രംപ് ആ ട്രൂത്ത് സോഷ്യൽ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. ഇപ്പോൾ ആ വിവരങ്ങൾ പുറത്തു വന്നതോടുകൂടി തന്നെ ലോകരാജ്യങ്ങൾ വലിയ രീതിയിലുള്ള പ്രതികരണങ്ങളുമായി വരുന്നു. 2 ചേരിയായി ഇപ്പോൾ ലോകത്തിൻ്റെ പ്രതികരണങ്ങൾ വരികയാണ്. അതിൽ ആദ്യ പ്രതികരണം റഷ്യയുടെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള പ്രതികരണം. അത് UN രക്ഷാസമിതി ചേരണം ഈ വിഷയത്തിൽ. കാരണം ഒരു രാജ്യത്തിൻ്റെ പരമാധികാരത്തിലേക്ക് കടന്നു ചെന്നുള്ള ആക്രമണമാണ് അമേരിക്ക നടത്തിയത് എന്നുള്ളൊരു വികാരമാണ് ഇപ്പോൾ പൊതുവെയുള്ളത്. അതുകൊണ്ട് UN സുരക്ഷാ കൗൺസിൽ ചേർന്നുകൊണ്ട് ഈ വിഷയം അടിയന്തരമായി ചർച്ച ചെയ്യണം എന്നുള്ളതാണ് ഇപ്പോൾ റഷ്യ ആവശ്യപ്പെടുന്നത്. ചൈന അടക്കമുള്ള മറ്റ് രാജ്യങ്ങളുടെയും പ്രതികരണം ഈ ഘട്ടത്തിൽ നിർണായകം തന്നെയാണ്. പക്ഷേ നിക്കോളാസ് മദുറോയെ പിടികൂടും, അദ്ദേഹത്തെ കീഴ്പ്പെടുത്തും എന്നുള്ളത്, ഭരണത്തിൽ നിന്ന് താഴെ ഇറക്കും എന്നുള്ളത് ട്രംപിന്റെ നേരത്തെ മുതലുള്ള പ്രഖ്യാപനമാണ്. അവിടുത്തെ പ്രതിപക്ഷ പാർട്ടികളെ കൂട്ടുപിടിച്ചുകൊണ്ട് ഒരു നിക്കോളാസ് മദുറോ വിരുദ്ധ വികാരം വെനസ്വേലയിൽ ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു ട്രംപ് ആദ്യഘട്ടം മുതൽ ചെയ്തു കൊണ്ടിരുന്ന കാര്യം. അവിടുത്തെ പ്രതിപക്ഷ നേതാവടക്കം ട്രംപിന്റെ ഒരു ഭക്തനെ പോലെ പ്രവർത്തിക്കുന്നതും ട്രംപിന് വേണ്ടി പ്രസംഗിക്കുന്നതും പ്രതികരിക്കുന്നതുമൊക്കെ ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കാണുകയും ചെയ്തിരുന്നു. അതോടൊപ്പം നിക്കോളാസ് മദുറോയെ ട്രംപ് അവതരിപ്പിച്ചത് മയക്കുമരുന്ന് മാഫിയയുടെ പ്രധാനപ്പെട്ട തലവനാണ്. ആഗോളതലത്തിൽ തന്നെ മയക്കുമരുന്ന് വിതരണം ചെയ്യുന്ന ശൃംഖലയുടെ കണ്ണിയായി വെനസ്വേല മാറുന്നു. കരീബിയൻ കടലിലൂടെ അടക്കം വലിയ രീതിയിൽ മയക്കുമരുന്ന് കൈമാറ്റം നടക്കുന്നു. അതിൻ്റെയൊക്കെ പ്രധാനിയായി പ്രവർത്തിക്കുന്നത് വെനസ്വേലയും അവരുടെ ഭരണാധികാരിയായ നിക്കോളാസ് മദുറോയുമാണ്. അത് തങ്ങൾ ഇല്ലാതാക്കും എന്ന് നേരത്തെ തന്നെ പ്രഖ്യാപിക്കുന്നു. അവരുടെ കപ്പലുകളിലടക്കം സ്ഫോടനങ്ങൾ ഉണ്ടാകുന്നു. അത് മയക്കുമരുന്ന് മാഫിയക്കെതിരായ ആക്രമണം എന്ന് പറഞ്ഞുള്ള സ്ഫോടനം എന്ന രീതിയിലാണ് പ്രതികരണം വരികയും ചെയ്തത്. ഓക്കെ, സായ്കുമാറാണ് വിവരങ്ങൾ നൽകിയത്. മദുറോയെ ഇപ്പോൾ എവിടേക്കാണ് കൊണ്ടുപോയിരിക്കുന്നത്? വെനസ്വേലയ്ക്ക് പുറത്തേക്ക് കൊണ്ടുപോയിരിക്കുന്നു എന്നുള്ളതാണ് നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ. അമേരിക്കയുടെ ഈ ആക്രമണത്തിൽ ലോകം മുഴുവൻ ആശങ്കയോടെ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കാണുന്നത്. ലോക പോലീസ് കളിക്കുന്ന അമേരിക്കയുടെ ഈ ഗുണ്ടായിസം, അതിനെ ലോകരാജ്യങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അതിലേക്ക് കൂടി നമ്മൾ എത്തും ഇതിന്റെ അടുത്ത ഘട്ടത്തിൽ. റഷ്യയുടെ ആദ്യ പ്രതികരണമടക്കം വന്നു കഴിഞ്ഞിരിക്കുന്നു. ഇരുവരെയും, ഇപ്പോൾ നിക്കോളാസ് മദുറോയെയും ഭാര്യയെയും ഇപ്പോൾ രാജ്യത്തിന് പുറത്തേക്ക് കൊണ്ടുപോയിരിക്കുന്നു എന്ന് വേണം കരുതാൻ. ജിമ്മി ജെയിംസ് തുടരുന്നുണ്ട്. ജിമ്മി ജെയിംസ്, നിലവിലത്തെ സാഹചര്യത്തിൽ വെനസ്വേലൻ പ്രസിഡന്റ് മദുറോയെ ബന്ദിയാക്കിയിരിക്കുന്നു എന്നുള്ളത് പ്രസിഡന്റ് തന്നെ കൺഫേം ചെയ്യുന്ന ഒരു സാഹചര്യമാണ്. ഇനി അടുത്തതായി എന്താണ് ലോകം കാണേണ്ടി വരിക? ഈ കാര്യത്തിൽ പുതിയ നീക്കങ്ങളൊന്നുമില്ല. വെനസ്വേല ഏതാണ്ട് പൂർണ്ണമായും അമേരിക്കൻ പിടിയിൽ അമരുമെന്നുള്ളതാണ്. അതായത് 2 പ്രധാനപ്പെട്ട കാര്യം, വെനസ്വേലൻ പ്രസിഡന്റിനെയും ഭാര്യയും അവിടെ നിന്ന് അമേരിക്കയിൽ എത്തിച്ചു. പക്ഷേ അമേരിക്കൻ സൈന്യം വെനസ്വേലയിൽ തുടരുകയാണ്. യുദ്ധം നടക്കുന്ന വിവരങ്ങൾ അറിയുന്നു. അപ്പോൾ നമുക്ക് ഇപ്പോൾ മനസ്സിലാകുന്ന അനുസരിച്ച് പ്രസിഡന്റിനെ പിടികൂടി തിരിച്ചു പോകാനല്ല അമേരിക്കൻ സൈന്യം വന്നത് എന്ന് സ്ഥിരീകരിക്കാത്തൊരു വിവരം നമുക്കുണ്ട്. അവിടെ പോരാട്ടം നടക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ അമേരിക്കൻ സൈന്യം വെനസ്വേലയിൽ നിലയുറപ്പിക്കുമോ? വളരെ അപൂർവങ്ങളിൽ അപൂർവമായൊരു നീക്കമായിരിക്കും. അങ്ങനെ ലോക ചരിത്രത്തിൽ തന്നെ ഉണ്ടായിട്ടില്ല ഇത്തരം അധിനിവേശങ്ങൾ. പ്രസിഡന്റിനെയാണ് ലക്ഷ്യമെങ്കിൽ പ്രസിഡന്റിനെ പിടികൂടി തിരിച്ചു പോവുകയാണ്. പക്ഷേ അമേരിക്കൻ സൈന്യം അവിടെ തുടരുകയാണെങ്കിൽ ഒരു പക്ഷേ പുതിയ സർക്കാരിനെ സ്ഥാപിക്കുക എന്നതുകൂടി നമ്മൾ ഇറാഖിലും അതുപോലെ തന്നെ അഫ്ഗാനിസ്ഥാനിലും ഒക്കെ കണ്ടതുപോലെയുള്ള ഒരു ഓപ്പറേഷനാണോ ഇപ്പോൾ നടക്കാൻ പോകുന്നതെന്നുള്ളതാണ് അറിയേണ്ടത്. അതിലേക്കുള്ളതാണ് എല്ലാ സൂചനകളും. ഇപ്പോൾ രാജ്യത്തിൻ്റെ നിയന്ത്രണം ഇപ്പോഴും മദുറോ സർക്കാരിന് തന്നെയാണ്. മദുറോ സർക്കാരിൻ്റെ കീഴിലുള്ള വൈസ് പ്രസിഡന്റ് ഇപ്പോൾ മദുറോയെ ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ളതിന് തെളിവ് ആവശ്യപ്പെട്ടിട്ടുണ്ട് അമേരിക്കയോട്. രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്നു. ചുരുക്കത്തിൽ വെനസ്വേലൻ പ്രസിഡന്റ് അമേരിക്കയുടെ കയ്യിലാണ്. പക്ഷേ വെനസ്വേലയുടെ നിയന്ത്രണം നിലവിലുള്ള വെനസ്വേലൻ സർക്കാരിൻ്റെ കയ്യിൽ തന്നെ. അമേരിക്ക വെനസ്വേലയിലെ നിയന്ത്രണം ഏറ്റെടുക്കാനുള്ള നീക്കം നടക്കുന്നതായും സൈനിക താവളങ്ങൾക്ക് നേരെ ആക്രമണം നടക്കുന്നതായുള്ള വിവരങ്ങൾ നമുക്ക് ഇപ്പോഴുണ്ട്. അത് സ്ഥിരീകരിച്ചിട്ടില്ല. പക്ഷേ അതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നതെങ്കിൽ അഫ്ഗാനിസ്ഥാനും ഇറാഖും ആവർത്തിക്കാൻ പോവുകയാണ്. ഇത് ലോകത്തിന് ആശങ്കയുണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. എന്താണ് അമേരിക്കയുടെ നീക്കം? ഇപ്പോൾ ഈ തുടങ്ങി വെച്ചിരിക്കുന്നത് അടുത്ത ഒരു ലോക പോലീസ് കളിയുടെ ഒരു ആരംഭമാണോ? അത് വെനസ്വേലയിൽ അവസാനിക്കുമോ, പടരുമോ? അതിനു മുൻപ് ലോകരാജ്യങ്ങൾ പ്രതികരിക്കുമോ, ഇതിനോട് വിയോജിപ്പ് അറിയിക്കുമോ? അതാണ് അറിയേണ്ടത്. എന്താണ് പ്രതികരണം ഇന്ത്യയുടെ അടക്കമുള്ള എന്നത് അറിയാൻ നമുക്ക് കാത്തിരിക്കാം.